ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഫ്ലോപ്പായ വീഡിയോ ആണ് കാണിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ സക്സസ് ആയിട്ടുള്ള ക്രാഫ്റ്റുകളല്ലേ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഒരു റണ്ണിങ് റാബിറ്റിന് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. കണ്ടപ്പോൾ അത് ഈസി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. ഇത് ഫ്ലോപ്പ് ആവാനുള്ള കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്യാണ്ട് കറക്റ്റ് രീതിയിൽ ചെയ്താൽ ഇത് സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ഫസ്റ്റ് ഞാനൊരു പേപ്പർ കപ്പാണ് എടുക്കുന്നത്. അതാണ് നമ്മുടെ റാബിറ്റ്. എന്നിട്ട് നമുക്ക് മൂടി വേണം. ഒരു ബോട്ടിലിൻ്റെ മൂടിയായാലും മതി. എന്നിട്ട് 2 മൂടി എടുത്ത് നമ്മൾ ഒരുമിച്ച് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതിന് സ്റ്റിക്ക് ചെയ്യാം. ആ ഗ്ലൂ ഉണങ്ങുന്ന ടൈം കൊണ്ട് ഞാൻ റാബിറ്റിൻ്റെ ചെവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് A4 ഷീറ്റ് 2ആയി മടക്കിയിട്ട് ഒരേ അളവിൽ ചെവി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പിങ്ക് കളറും കൂടി വെക്കാം. അപ്പോൾ വൈറ്റിനെ കാട്ടിലും ചെറുതായിട്ടാണ് ഈ പിങ്ക് വെട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഉണങ്ങിയ മൂടി എടുത്തിട്ട് അതിന് ഒന്ന് ഉറപ്പ് വരാൻ വേണ്ടി ഞാൻ സെലോ ടാപ്പ് കൊണ്ട് ഒന്നും കൂടി ചുറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് എനിക്ക് മണ്ടത്തരം പറ്റിയത്. കാരണം ഞാൻ ഇവിടെ എടുത്ത റബ്ബർ ബാൻഡ് ചെറുതാണ്. കുറച്ചും കൂടി വലിയ റബ്ബർ ബാൻഡ് എടുത്താൽ ഇത് സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഈ റാബിറ്റിൻ്റെ കണ്ണും മൂക്കും വായും ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ക്യൂട്ടായി തോന്നിക്കാൻ ഞാൻ ഇവിടെ ബ്ലഷ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പിങ്ക് കളർ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ മുഖത്തിങ്ങനെ 3 വര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ നമ്മുടെ റാബിറ്റ് ക്യൂട്ടായില്ലേ. കുറച്ചും കൂടി ക്യൂട്ടാവാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെവി ഇതാ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാ ഭംഗിയായില്ലേ. ഇനിയാണ് നമ്മുടെ പണി. ഇതാ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കേട്ടോ. എന്നിട്ട് മുകളിലേക്ക് മടക്കി കൊടുക്കുക. ഇത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ടും ഒരേ അളവ് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. മാറിപ്പോവരുത്. അതും നമ്മൾക്ക് പണി തരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാ നമ്മൾ നേരത്തെ ഒട്ടിച്ച റബ്ബർ ബാൻഡ് ചെറുതായതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ കുറച്ചും കൂടി വലിയ റബ്ബർ ബാൻഡ് എടുക്കുകയാണെങ്കിൽ ഇത് സക്സസ് ആവും. എൻ്റെ വീട്ടില് വലിയ റബ്ബർ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ റബ്ബർ ബാൻഡ് കൂട്ടിക്കെട്ടിയിട്ടാണ് ഇപ്പം ഈ ട്രൈ ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഞാൻ ചെയ്തപ്പം കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് പോയി, പക്ഷേ ഫ്രണ്ടിലേക്ക് കറക്റ്റ് നീങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫ്ലോപ്പായ റണ്ണിങ് റാബിറ്റ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.